ഹലോ ഗായ്സ്, ഡെവിൾ ഗെയിമിൻ്റെ പുതിയ റൂട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മൾ റോബ്ലോക്സ് ഗെയിമാണ്. ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നതിൻ്റെ താത്താര കുട്ടിയോടൊപ്പം ഞാനും ഒരു റൈവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. പിന്നെ താത്താര കുട്ടിയുടെ ഏജ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വെറും 8 വയസ്സുള്ളൂ. എനിക്കച്ച 12 വയസ്സുണ്ട്. പക്ഷെ അവൻ എന്നെക്കൊട്ടിക്കും നല്ല അടിപൊളി കളിയാണ്. ചെക്കൻ എന്നെ 5 വോട്ടും തോൽപ്പിച്ചു. സീനാണവൻ. ആ സീനായിട്ട് പിന്നെ ഞങ്ങൾ ഒന്നുകൂടി ഒരു കളി കളിച്ചിട്ട് എൻ്റെ കാര്യമുള്ളൂ. ഒന്നുകൂടി ജയിക്കണം എന്നൊരു അവൻ്റെ ഒപ്പം ജയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അവൻ്റെ ഒപ്പം ജയിക്കണം. പിന്നെ അവനെ ഞങ്ങൾ നെക്സ്റ്റ് പോയി നോക്കുമ്പോൾ അവൻ വേഗക്കോടെ എൻ്റെ മുമ്പ് ഇങ്ങനെ മണ്ടിപ്പോണു. മണ്ടിപ്പോയാൽ കുറേ ഡാമേജ് അവർക്ക് കൊടുത്തു. സ്വന്തം അവനെ കേൾക്കണില്ല. പിന്നെ അവൻ അടിപൊളി ഗണ്ണളൊക്കെയാണ്. പിന്നെ അവനെ കുറേ അടിച്ചടിച്ചടിച്ചടിച്ച് അങ്ങനെ ഒരു വട്ടം ഞാനങ്ങനെ ജയിച്ചും ചെയ്തു. 5-നാണ് കളി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇനി കളി ഒന്നുകൂടി ജയിച്ചിട്ട് വേണം 5 വട്ടം റൗണ്ട് എടുക്കണം എന്നാണ്. അവൻ പിന്നെ റോക്കറ്റ് ലോഞ്ചർ എടുത്തിട്ടാണ് അവൻ്റെ കളി എന്നാണ് തോന്നുന്നത്. അവൻ വരുന്നുണ്ട് റോക്കറ്റ് ലോഞ്ചറൊക്കെ എടുത്തിട്ട്. അവൻ്റെ അടുത്തുള്ള ഒരു ഗണ്ണ് പോലും എൻ്റെ അടുത്തില്ല. പിന്നെ അവനക്ക് അവൻ എന്നോട് എന്നും പറയും ഇങ്ങനെ ഈ വീഡിയോ ഇടുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ ഇഷ്ടപ്രകാരം, അതായത് എൻ്റെ ഇഷ്ടമാണ് വീഡിയോ ഇടാൻ. പക്ഷേ അങ്ങനെ വീഡിയോ ഇട്ടു. എൻ്റെ സത്തര കുട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അവൻ പിന്നെ ഞാൻ അവനെ കൊന്നുണ്ട്. നമുക്ക് ഗ്രനേഡ് എടുത്ത് എറിയാനാച്ചത് എങ്ങനെ എറിഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്തിനും പറ്റുമില്ല. അവനവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അവൻ നല്ല കളിക്കുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ഇടണമെന്ന് തന്നെ അറിയില്ല. പിന്നെ പിസ്റ്റലൊക്കെ എടുക്കുന്നുണ്ട്. എന്താണ് അവൻ്റെ കേട്. പിന്നെ നമ്മൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അവനെ കാണാനില്ല. പിന്നെ അവിടെ കൂടെ മണ്ടണമെന്നൊക്കെ കണ്ടു. നമ്മൾ ഫ്രീ ഫയർ കളിക്കണമാതിരി കളിക്കാൻ തന്നെ പറ്റില്ല. നല്ല ലാഗ് കിടന്നുണ്ട് ടാബ് സമയത്ത്. പിന്നെ അവനെ കാണാതെ തന്നെ ഇല്ല. അവിടെ പിന്നെ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോഴാണ് അവനെ കാണുന്നത്. അവൻ അടിച്ച് പഞ്ചറാക്കി. അങ്ങനെ അവൻ ജയിച്ചു. ഒരു കളി അവനെടുത്തു. അവൻ ഡാൻസ് കളിക്കുന്നുണ്ട്. അവനങ്ങനെ അടിപൊളിയാണ്. ഞങ്ങൾ എന്നങ്ങനെ വിട്ടെടുത്താൽ പറ്റൂലല്ലോ, നമുക്കും ജയിക്കണ്ടേ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അവനെ കാണാനുമില്ല. നോക്കിയിട്ടാ അവനെ കാണണമില്ല. അവനൊക്കെ ഇങ്ങനെ സ്ലൈഡ് ഇങ്ങനെ പോവുകയാണ്. പിന്നെ അവനെ കണ്ടു 12 ഡാമേജ് കൊടുത്തു. പിന്നെ അവൻ ഒന്നും കൂടി കൊടുക്കാൻ നോക്കി. പിന്നെയും 12 കൊടുത്തു. പിന്നെ അവനെ ഒഴിച്ച്. പിന്നെ അവനെ ഇവിടുന്ന് കാണാതെ തന്നെയല്ല. അവനെ അടിച്ച് തന്നെ പരിവേഷം ആക്കി. പിന്നെ അവനെ അടിക്കാൻ പറ്റണമെന്നില്ല. പിന്നെ ഒരു ഫേസ് റിവീൽ ആണെങ്കിൽ ഒരു 1K ലൈക്ക് അല്ല സബ്സ്ക്രൈബേഴ്സ് കിട്ടുകയാണ്. എന്തായാലും ഫേസ് റിവീൽ ചെയ്യുന്ന കാര്യം ഒരു 1K സബ്സ്ക്രൈബേഴ്സ് അയക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. എന്നാലും നമുക്ക് ഒരു വീഡിയോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാനവനെ നോക്കിയിട്ട് അവനെ 2 വട്ടം കൊല്ലും ചെയ്തു. അവൻ കംബാക്ക് അടിച്ചിട്ടാണ് വരുന്നത്. അവനെ വെയിക്കണമില്ല. അവൻ റോക്കറ്റ് ലോഞ്ചർ ഇട്ടിട്ടാണ് അവൻ കളിക്കണത്. ഇതൊക്കെ വാങ്ങണമെങ്കിൽ കീ വേണമെന്നാണ് തോന്നുന്നത്. എൻ്റെ അടുത്ത് ആകെ 2-3 കീ ഉള്ളൂ. പിന്നെ അവനെ കൊന്നു. കളിക്കാൻ തന്നെ പറ്റണില്ല. പിന്നെ അവന് ഗ്രനേഡ് എടുത്തിട്ടുണ്ട്. അവൻ വരുന്ന നോക്കിയിട്ടുണ്ട് എറിയാനിടുന്നു. അവൻ വരുന്ന കണ്ടു അവൻ ഒരൊറ്റ വെച്ചത്. പക്ഷെ അവനക്ക് ഒന്നും പറ്റിയില്ല. പിന്നെ എവിടുന്നാൾക്ക് എറിയുക. അപ്പോൾ അവിടെ ടൈമർ കണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ടൈം ഇട്ടുള്ളൂ പിന്നെ ഗ്രനേഡ് എറിയാൻ പറ്റുള്ളൂ. മനസ്സിലാക്കുമ്പോൾ അവന് പിന്നെ അവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് മാറിയിട്ടുണ്ട്. പിന്നെ അവനങ്ങനെ എടുത്തിട്ട് വരുമ്പോൾ അടിക്കാനായിരുന്നു. പിന്നെ അവൻ അടിക്കാൻ നോക്കുമ്പോഴത്തേനും ഞാൻ ചത്തും ചെയ്തു. അവരൊക്കെ എന്ത് കളിയാണെന്ന് പറഞ്ഞാൽ നല്ല കളിയാണ്. ഒരു 8 വയസ്സായിട്ടുള്ള നല്ല കളിക്കുന്നുണ്ട്. ഇതെക്കാട്ടിക്കും നല്ല കളിക്കും. ഇങ്ങനെ ഞങ്ങൾ നോക്കി നോക്കുമ്പോൾ അവനങ്ങനെ നല്ല ഡാമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവനങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അടിച്ചിട്ട് തീർന്നില്ല. പിന്നെ ഒരു റൗണ്ടുള്ളൂ അവനെടുത്തേക്കാണെങ്കിൽ പിന്നെ അവൻ ജയിച്ചു. അങ്ങനെയാണ് പിന്നെയും തോറ്റു. ഇതിപ്പോൾ 2 വട്ടമാണ് ഞാൻ തോറ്റത്. അവരൊക്കെ നല്ല കളിക്കുന്നുണ്ട്. ഇപ്പം നാളെപ്പം പിടിച്ചിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഞാനും അവനും ടീമായിട്ട് കളിച്ച് നോക്കാം. അപ്പുറത്ത് പ്രോ പ്ലേയേഴ്സ് വന്നാൽ പിന്നെ ഞങ്ങൾ പൊട്ടുന്ന കാര്യം എനിക്ക് തോന്നുന്നത്.
എന്നാലും നമ്മൾ കളിച്ച് നോക്കാം. പുറത്തൊരു പ്രോ പ്ലെയർ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല റോബക്സൊക്കെ പൊട്ടിച്ചൊരു അക്കൗണ്ട് തന്നെയാണ് അപ്പുറത്തെ ഒരു ചെക്കൻ. നോക്കുമ്പോൾ കാണാൻ തന്നെ അല്ല. പിന്നെ അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ അടികൊള്ളുന്നുണ്ട്. അവിടെ നിന്ന് ബാക്കിൽ നിന്നും അടികൊള്ളുന്നുണ്ട്. ഞാൻ ആ ചുബിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അടിക്കാനും നോക്കുക. പക്ഷെ പറ്റണില്ല. എൻ്റെ തക്കറോട്ടിനെ ഞാൻ എങ്ങനെയെങ്കിലും സേവ് ചെയ്യണം. പിന്നെ അവനെ എന്താണ് വായിക്കാൻ കിട്ടില്ലല്ലോ. എന്തിലോട്ടെ അങ്ങനെയുള്ള ഒരു ചെക്കനാണ് എന്നെ കൊന്നത്. അവൻ്റെ അടുത്ത് റോക്കറ്റ് ലോഞ്ചറാണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഗെയിമിങ് ഇതാണ്. എൻ്റെ ടാബ്ലറ്റ് നല്ല ലാഗാണ്. പിന്നെ ഞാനൊരു മുസ്ലിമാണ്. നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിമാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നേരത്തെ കൊന്നു അവൻ തന്നെ പിന്നെ എന്നെ കൊന്നു. ഇപ്പോൾ റോക്കറ്റ് ലോഞ്ചർ ഇട്ടിട്ടാണ് കൊന്നത്. 2 റൗണ്ട് ഞാനും ഷാനും ഔട്ടായിട്ട് ഞങ്ങളിങ്ങനെ കളിന്നാൽ പിന്നെ ഗെയിം അത് വിളിച്ചടിച്ച് കാണുമെന്ന് ഒന്നും അറിയില്ല. ഞാനവൻ്റെ അവിടെ തന്നെ കിടക്കണം. അവനാണ് നേരായി. പിന്നെ അപ്പുറത്തോണ്ട് കാലോട്ടെടുത്തു സ്നൈപ്പറാണ്. പിന്നെ അവിടുന്ന് തന്നെ കാണാനുണ്ട്. ഇതൊക്കെ പറന്ന് കളിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് കണ്ടപ്പോളിങ്ങനെ വെടിയൊക്കെ നോക്കുന്നു. 2 ഒരുപാട് ഇങ്ങനെ അടിക്കും. ഒക്കെ ഒരു വിധത്തിൽ പറ്റണമില്ല. വണ്ടിക്ക് നോക്കുന്നുണ്ട്. ഇവിടെ തകരോട്ട് പോകേണ്ട അവിടുന്ന് എന്താണ് അവൻ നല്ല അടി അടിക്കുന്നുണ്ട്. അവന് നമുക്ക് തോപ്പിക്കാൻ പറ്റും. തോപ്പിക്കാൻ പറ്റുമെന്ന് തോന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ കളിച്ചു. അവരുടെ അടുത്തൊക്കെ നല്ല വെപ്പൺസും ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സീൻ ആൾക്കാരായിരുന്നു. 3-0 ഞങ്ങൾ പൊട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവൾ നോക്കണം. ഞാനും ഷാനുവിൻ്റെ പിന്നാലെ പോകാം. അപ്പോൾ ഷാനു പിന്നെ അവന് നല്ല ഡാമേജ് കൊടുത്തു തന്നു. പിന്നെ അവനെ നോക്കാൻ നേരം പിന്നെ കൊടുന്നാണെന്ന് അറിയില്ല. പിന്നെ ചത്തും പോയി. എങ്ങനെയാണെന്ന് എനിക്ക് അറിയുന്നില്ല. പിന്നെ ആ റൗണ്ട് ഞങ്ങൾ മൂഞ്ചി. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഈ റൗണ്ട് വിട്ടെടുക്കാൻ പറ്റൂല എന്ന് കംബാക്ക് അടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ കംബാക്ക് അടിക്കുമല്ലേ ഞങ്ങൾ ചാവും നമുക്ക് കണ്ടറിയാം. പിന്നെ മുമ്പിൽ മറ്റേ എന്തൊരു ടോപ്പ് പ്ലെയർ ആയിട്ടുള്ളവർ ഉണ്ട്. പിന്നെ ഇതൊരു പൊട്ട പ്ലെയറാണ്. എന്താ കളിക്കാനും അറിയില്ല. പക്ഷെ കളിക്കാനറിയാം. ഇവനാണ് നല്ല കളിക്കണത്. അങ്ങനെ ഞങ്ങൾ ആ കളിയും പൊട്ടി. ഞാൻ ഷാനൊന്ന് 1v1 കളിക്കണം. സീൻ തന്നെയാണ്. ഞാൻ ഷാനുവിനെ ഒന്നുകൂടെയും എൻ്റെ താത്തയുടെ പേരെന്ന് വെച്ച് കാണുകയാണെങ്കിൽ ഹെമിൻ ഐമൻ എന്നാണ്. ഞങ്ങൾ വിളിക്കുക ഷാനു എന്നാണ്. അപ്പോൾ അവനും ഞാനും കളിക്കാൻ പോവാണ്. പിന്നെ ഇവിടെ എന്തൊക്കെ ലാവയാണ്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും വിൽക്കാൻ പാടില്ല എന്നാണ് തോന്നുന്നത്. അവനെ ഇവിടുന്ന് കാണാനും ഇല്ല. എവിടെ നോക്കിയാലും അവനെ കാണാനില്ല. പിന്നെ അധികം നല്ല ലാഗൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുന്ന തോന്നുന്നുണ്ടാവും. പിന്നെ ഈ വോയിസ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. നമുക്ക് സോൾവ് ചെയ്യാം. ഞങ്ങൾ പിന്നെ നോക്കുമ്പോൾ അവനെ കണ്ടു. അവനെ നെറ്റ് വീണതാണ് കണ്ടത്. നെറ്റ് വീണിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മളറിയാതെ കാശ് ഇതാക്കിയിട്ട് നമ്മൾ വീണു. നെറ്റ് വീണൊക്കെ ഞാൻ പൊന്തി വന്നപ്പോഴാണ് കാണുന്നത്. അവനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് ചാടിയിട്ടൊന്ന് അങ്ങോട്ട് നോക്കി നോക്കാം. അപ്പത്തിന് കൈ തട്ടിയിട്ട് അറിയാതെ സ്ലൈഡിൽ ബട്ടൺ നിൽക്കി. അപ്പത്തിന് ഞാൻ എൻ്റെ പകുതി എടുത്ത് പോയി. പിന്നെ ഇവിടുന്ന് എല്ലായിടത്തും അടി കിട്ടി. എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ ചത്തു. ഇവിടെ ഞാൻ ചത്തിട്ട് പിന്നെ ഞങ്ങൾ കളിക്കാൻ നിൽക്കുകയാണ്. 1-0. ഇത് ജയിക്കാൻ പറ്റുമോയെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പത്തിന് ഞാൻ പിന്നെ ലാവയിൽ വീണു. അപ്പോഴാണ് അവനെ കാണാൻ തന്നെ പറ്റുന്നത്. പിന്നെ അവനെ അടിച്ചൊക്കെ ചെയ്ത് നമ്മൾ സ്കോപ്പ് ചെയ്ത് കളിച്ചു. എന്നാലും എനിക്ക് കാര്യമില്ല. പക്ഷെ അവനെ കൊല്ലും ചെയ്തു. അവൻ ക്രോസ് ബോ വെച്ചിട്ടാണ് എന്നെ അടിച്ചത്. സീനായിരുന്നു. അടിപൊളി തന്നെ. അപ്പോൾ നമ്മൾ പിന്നെ അവനെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അവൻ്റെ പൊട്ടിത്തെറി വല്ല തോന്നി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ലെവൽ വീണു. നമ്മൾ ഇങ്ങനെ എങ്ങനെ വരുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കുത്തിപ്പിടിച്ച് നോക്കി. പക്ഷെ ഒന്നും നടക്കണമല്ലോ. അവൻ സ്പീർ എടുത്തിട്ടാണ് വരുന്നത്. അവനെ കൊത്തി കൊല്ലാനാണ് ചാൻസ്. കൊത്തി കൊല്ലും ചെയ്തു. അങ്ങനെ എന്നെ കുന്തം കൊണ്ട് കൊല്ലും ചെയ്തു.
ഇവിടുത്തെ അത് പിന്നെ ഈ ഗണ്ണുള്ളൂ. പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈമായിട്ടാണ് ഈ റൈവൽസ് കളിക്കുന്നത്. ഞങ്ങളെന്നെ അങ്ങനെ നോക്കി നോക്കട്ടെ. പിന്നെ ഞാനില്ലാതെ തന്നെ വീണുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയൂല. പിന്നെ രാവിലെ വീണു. പിന്നെ അവനങ്ങനെ കണ്ടു. പിന്നെ നമ്മളങ്ങനെ കുത്തിപ്പിടിക്കാൻ നോക്കി. പിന്നെ ലാവിൽ വീണു. ലാവിൽ വീണുകൊണ്ടേയിരുന്നു. ലാവിൽ വീണിട്ട് അങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് അവനെ കണ്ടത്. നമ്മളവനെ ഇങ്ങനെ കുത്തിപ്പിടിച്ചവനെ ഒരു വട്ടം കൊല്ലും ചെയ്തു. 1-3 ഞാനത് റോബോക്സ് പൊട്ടിച്ചു. ഞാനത് റോബോക്സ് ടോപ്പപ്പ് ചെയ്തിട്ട് തന്നെയല്ല. പിന്നെ ചെറുതായിട്ടൊന്ന് ഒരു റോബോക്സ് എന്താണ് പേസ് ചെറുതായിട്ട് കളഞ്ഞിട്ടുള്ളൂ. എത്ര 50 എത്ര ഞാൻ കളഞ്ഞിട്ടുള്ളൂ. വേറൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. അത് ഞാൻ റോബോക്സ് കൊടുത്തിട്ടുമില്ല. പിന്നെ ഈ ഗെയിമിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പൈസ കളയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് പൈസ എടുക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ലാവയിൽ വീണുകൊണ്ട് ഞങ്ങൾ ചാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്പിയർ വെച്ചിട്ട് ഒരൊറ്റ കൊത്ത് അതിൽ നിന്ന് ചാവുക ചെയ്തു. അവനക്ക് അവിടെ അങ്ങനെ അതിങ്ങനെ വിടാൻ പറ്റും. അങ്ങനെ ഒരു റൗണ്ടുള്ളൂ. അതിൽ ഞാൻ തോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ തോറ്റു. വലിയ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അവനെന്നെ കാര്യം എൻ്റെ മുമ്പിൽ. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ അവനോട് പറയൂ, ഒന്നടി പാടാ, ഞാൻ തന്നെ ജയിക്കുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാണ്, എൻ്റെ കടിപൊളി കളിയാക്കിയില്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ തോറ്റുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇക്കളിക്ക് മിക്കവാറും തോന്നുന്നത് അവൻ ഞാൻ 1-5 പൊട്ടിക്കുന്നതാണ് നോക്കുന്നുണ്ട്. പിന്നെ അവനെ കൊന്നു. എങ്ങനെയാണോ കൊന്നു? ക്രോസ് ബോ എടുത്തിട്ടാണ് ഞാൻ കൊന്നത്. അങ്ങനെ പിന്നെ അവൻ ജയിച്ചു. ഞാൻ അവന് ജയിച്ച് ഇങ്ങനെ മടുത്തു. ഞാൻ തോറ്റിട്ടും മടുത്തു. അപ്പോൾ നല്ല കളിയാണ്. അപ്പോൾ എന്താണ് എൻ്റെ താത്താടെ കുട്ടി നിലവിലുള്ളത് ഇപ്പോൾ സൗദിയിലാണ്. ഞാൻ പിന്നെ നാട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ അവൻ എന്താണ് 8 വയസ്സായിട്ട് തന്നെ ഇങ്ങനെയൊക്കെ നല്ല കളിക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കൂടെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.